അച്ഛന്റെ കൈ പിടിച്ചേ നടക്കുകയുള്ളൂ, അമ്മ വാരിത്തന്നാലേ കഴിക്കുകയുള്ളൂ, അമ്മയോടൊത്ത് കൂടിച്ചേർന്ന് കിടക്കുകയേ ഉള്ളൂ എന്ന് പറയണ മക്കള് വളർന്നു കഴിഞ്ഞപ്പോഴാ കണ്ണൊട്ടി കവിളൊട്ടി വളരെ വിമശയായിട്ടിരിക്കണ ശരീരഭാവങ്ങളിൽ രൂപസൗന്ദര്യമില്ലാതെയായപ്പോഴാ ജീവിതം തനിക്ക് നൽകിയ ശ്രേഷ്ഠമായി തന്റെ ജീവിതത്തിനെ ഇത്രയും ശ്രേഷ്ഠതയിലേക്ക് എത്തിച്ച അവര് തനിക്ക് അപമാനമായി തോന്നി. ഇതെന്റെ അച്ഛനല്ല, ഇതെന്റെ അമ്മയല്ല, പൊതുസമൂഹത്തിനോട് എന്റെ മാതാവ്, എന്റെ പിതാവ് എന്ന് പറയുവാനുള്ള ആ ജ്ഞാനം, ശ്രേഷ്ഠമായ സംസ്കാരം വെടിഞ്ഞിരിക്കണോ? എത്ര പവിത്രതയോടുകൂടി ഒരു മകനാണെങ്കിൽ വിവാഹം കഴിഞ്ഞ മാത്രയിൽ നല്ല രീതിയിലുള്ള കർമ്മതലങ്ങളിലൂടെ വിഹരിച്ച് നല്ല സമ്പാദ്യത്തോടെ ഗ്രഹമോടി കരണം ചെയ്ത് ജീവിതം നല്ല നിലയിലെത്തിയ മാത്രയിൽ ആ മകൻ ഭാര്യ പറഞ്ഞു, ഞാൻ എന്തിനാ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും നോക്കണത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ആയതുകൊണ്ട് എനിക്കതിന് സാധ്യമല്ല. വളരെ രാഗത്തോടെ മകൻ തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഹൃദയങ്ങളെ നേരെ അടുത്തുള്ള വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകുന്നു. പോകുന്ന മാത്രയിൽ അമ്മയും അച്ഛനും പറഞ്ഞു, അയ്യോ മകനെ, നിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിന്റെ സന്തോഷം കാണുവാനാ ഞങ്ങൾ ഉളവായിരിക്കുന്നത്. ആ സന്തോഷം ഞങ്ങളായിട്ടൊരിക്കലും കെടുത്തുകയില്ല. ഞങ്ങള് വൃദ്ധസദനങ്ങളില് ജീവിച്ചുകൊള്ളാം. പക്ഷേ പ്രസവിച്ച വേദനയില് എത്ര രാവുകൾ നിനക്ക് നന്നായിട്ട് വരുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച ദിനങ്ങള്, ആഴ്ചയിൽ ഒരു ദിനമെങ്കിലും മക്കൾ എന്നെ കാണുവാൻ വരണം, രണ്ട് ആത്മാക്കള് കണ്ണുനട്ടവിടെ ഇരിക്കണുണ്ട്. അത് മനസ്സിലാക്കാതെ പോകരുത്. വൃദ്ധസദനത്തിൽ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞപ്പോഴ് പിന്നെ തിരികെ പോരുമ്പോഴ് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല മകൻ. ധാർഷ്ട്യം തിരികെ വീട്ടിലെത്തി. തന്റെ ജീവിതം പിന്നീട് അങ്ങോട്ട് പോയത് അമ്മയില്ലാത്ത വീട്, അച്ഛൻ